നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് പഠിക്കുന്നത് BNSSൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ച പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ് ആൻഡ് പോലീസ് എന്നുള്ള ഒരു സെക്ഷനാണ്. അതിൽ 30 തൊട്ട് 34 വരെയുള്ള സെക്ഷൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ സിലബസിൽ മെയിനായിട്ട് വരുന്നത്. എന്താണ് BNSSലെ 30ാമത്തെ വകുപ്പ് പറയുന്നത് എന്നൊരു കാര്യമാണ് ആദ്യം പഠിക്കേണ്ടത്. സെക്ഷൻ 30 പറയുന്നത് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതേ അധികാരം നൽകുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CI റാങ്ക്, അതായത് ഇൻസ്പെക്ടർ റാങ്ക്. അപ്പോൾ അതിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന അതേ അധികാരം അവിടെ നൽകുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ SHOയെ വിളിക്കുന്നത് അതിന് മുകളിലുള്ള ഓഫീസറായിരിക്കും, SHO വിളിക്കുന്നത് തൊട്ട് താഴെയുള്ള ഓഫീസറായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 30 പറയുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ അതിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതേ അധികാരം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്നു എന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി അത് അവിടെ ഒരു പോയിൻ്റ് കൂടെ പറയാൻ പറ്റിയത്, ഈ അധികാരങ്ങൾ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന പ്രാദേശിക ഏരിയയിലുടനീളം പ്രയോഗിക്കാൻ കഴിയും. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി എവിടെയാണോ അവിടെയെല്ലാം ഈ അധികാരം നിലനിൽക്കും എന്നാണ് പറയുന്നത്. സെക്ഷൻ 31 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയും മജിസ്ട്രേറ്റുമാരെയും ആവശ്യമുള്ളപ്പോൾ പൊതുജനങ്ങൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ 31ാമത്തെ സെക്ഷനിൽ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയും മജിസ്ട്രേറ്റിനെയും പൊതുജനങ്ങൾ സഹായിക്കേണ്ട ആവശ്യകത വരികയാണെങ്കിൽ സഹായിക്കണം. അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ്? ഒന്ന്, ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥൻ 2 പേർ ചേർന്ന് 4 കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ആൾബലം പോരാന്നുണ്ടെങ്കിൽ അടുത്തുള്ള സമീപവാസികൾ ഒന്ന് സഹായിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും സഹായിക്കണം. പൊതുശല്യം തടയൽ, ഇപ്പോൾ എന്തെങ്കിലും ലഹരി ഉപയോഗം ഒക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നടക്കുകയാണെങ്കിൽ പോലീസുകാരോടൊപ്പം അതിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാവാൻ പറ്റും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുക, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അതിന് സാധാരണ സ്കൂളിലെ പൈപ്പൊക്കെ അടിച്ചു പൊട്ടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട പോലീസിനെ വിവരം അറിയിച്ച് പോലീസിൻ്റെ വരുന്ന ഇപ്പോൾ ഒരാളാണ് വരുന്നതെങ്കിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിന് ജനങ്ങൾ കൂടെ സഹായിക്കാൻ പാത്രമാകണം. റെയിൽവേ, കനാലുകൾ, ടെലിഗ്രാഫ് അല്ലെങ്കിൽ മറ്റു പൊതുസ്വത്ത് എന്നിവയ്ക്ക് പരിക്കേൽപ്പിക്കുന്നത് തടയുന്നു. അതായത് നമ്മൾ ഈ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പൊതുജനങ്ങൾ അതിലൊക്കെ ഇടപെടുന്നത് ഉപയോഗവും ഉപദ്രവവും വരാറുണ്ട്. ഇത് ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്, ഓടിപ്പോകുന്ന ഒരാളെ തടയാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ആരോടെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് നിയമപരമായി പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റോ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞു നിർത്തി പോലീസിന് കൈമാറാൻ പൊതുജനങ്ങൾക്ക് സഹായിക്കാനാവും. അതൊക്കെ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് 32ാമത്തെ സെക്ഷനാണ്. വാറണ്ട് നടപ്പിലാക്കുന്ന പോലീസ് ഓഫീസർ ഒഴികെയുള്ള വ്യക്തിക്ക് സഹായം ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാതെ ഒരു വ്യക്തിക്ക് നിർദ്ദേശം നൽകുമ്പോൾ, ഇപ്പോൾ ചില ഉദ്യോഗസ്ഥന് തന്നെ ഒരു വാറണ്ട് ഏർപ്പെടുത്താൻ വേണ്ടി കൊടുക്കണമെന്നില്ല. അത് CRPCയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് പോലീസ് അല്ലാത്തൊരു ഗവൺമെൻറ് ഓതറൈസ്ഡ് ഒരു ഓഫീസർക്ക് ഇത് വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നോട്ടീസ് അയാളുടെ കീഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശിച്ച വ്യക്തിക്ക് അടുത്ത് തന്നെയുള്ള വാറണ്ട് നടപ്പാക്കുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം വാറണ്ട് നടപ്പാക്കാൻ മറ്റേതെങ്കിലും വ്യക്തിക്ക് സഹായിക്കാവുന്നതാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനല്ലാതെ മറ്റൊരു ലോ ഓഫീസറോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ നിയമ അധികാരിയോ ആയിരിക്കും വരുന്നു. അതായത് ഇത് വാറണ്ട് നടപ്പിലാക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാനും ആരാണ്? ഒരു പൊതുജനത്തിലുള്ള ഒരു വ്യക്തി ബാധ്യസ്ഥനാണ് എന്നൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, 32 എടുത്ത് പറയുന്നതാണ് പോലീസ് ഓഫീസർ ഒഴികെയുള്ള ഒരു വ്യക്തിക്ക് വാറണ്ട് നടപ്പിലാക്കാൻ വേണ്ടി സഹായം ചെയ്യുക. 33. ഓക്കെ, അത് നിങ്ങൾ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, അതൊന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. 32 വാറണ്ട് നടപ്പിലാക്കുന്നത് പോലീസ് ഓഫീസർ അല്ല മറ്റൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാൻ മറ്റൊരു വ്യക്തി കഴിയും, അങ്ങനെ സഹായിക്കണം എന്ന് പറയുന്നതാണ് 32. 33 സെക്ഷൻ 33 ചില കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾ നൽകണം. വിവരങ്ങൾ അറിയാമെങ്കിൽ മറച്ചു വയ്ക്കാതെ പൊതുജനങ്ങൾ അത് നൽകുക തന്നെ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു 33 അനുസരിച്ച് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൻ്റെ കമ്മീഷനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെക്കുറിച്ചുള്ള
കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് എന്താണ് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് 33-ലാണ്. അതിൽ പറയുന്നുണ്ട് ഈ 103, 105, 111 തൊട്ട് 113 വരെയുള്ള വകുപ്പുകൾ എന്താണ് ഒട്ടനവധി വകുപ്പുകളാണ്. അതൊന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് നോട്ടായിട്ട് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്ക്, അതുവഴി കയറി ലഭിക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വകുപ്പുകൾക്ക് എന്താണ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിന് എന്താണ് അടുത്തുള്ള മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ പോലീസ് ഓഫീസർക്ക് അതിൻ്റെ വിവരം നൽകണം എന്നൊരു കാര്യമാണ് പറയുന്നത്. 34 ഇത് കുറച്ച് കൺഫ്യൂഷനുള്ള സെക്ഷനാണ് 34. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചാൽ പിന്നെ മറന്നു പോകത്തില്ല. അതായത് ഒരു ഗ്രാമത്തിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓഫീസർമാരുടെ ഇതിൽ എഴുതിയേക്കുന്ന ഇത് പരിഭാഷ ആയതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്ക് തോന്നുന്നത്. എന്തെങ്കിലും പൊതുജനങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അസ്വാഭാവികമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ് ഒരു ആ കറക്റ്റ് സമയത്ത് തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? മജിസ്ട്രേറ്റിനോ പോലീസിനോ ആ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വില്ലേജിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ പോലീസ് ഓഫീസറെയോ എന്താണ് ഉടൻ അറിയിക്കേണ്ടതാണ്. ആ ഒരു കാര്യമാണ് ഈ 34 പറയുന്നത്. ഓക്കെ. അതായത് ഒരു മോഷ്ടാവ് താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ നടക്കുകയോ ഉദ്ദേശങ്ങൾ നടക്കുകയോ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അധികാരിയിലേക്ക് ആ വിവരം എത്തിക്കണം. അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് 34. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും 33, 34 തമ്മിലുള്ള വ്യത്യാസം. ചില കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾ നൽകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചില എന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 33 അല്ലാതെ നോർമലി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് 34 എഴുതണം. 33 ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. 103 ഏതൊക്കെയാണ് ഇതിൽ വരുന്ന എന്നൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. BNS 103 തൊട്ട് 105 വരെയുള്ള കാര്യവും പിന്നെ 111, 13 വരെയുള്ള വകുപ്പുകൾ, 140 തൊട്ട് 144 വരെ, പിന്നെ 147 മുതൽ 154 വരെ, 178 തൊട്ട് 182 വരെ, 180, 191, 274, 280, വകുപ്പ് 307, 309 തൊട്ട് 312, 316 ഉപവിഭാഗം 5, 326 തൊട്ട് 328 വരെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ 333 കീഴിലും ബാക്കിയുള്ളത് 34 കീഴിലുമാണ് വരുന്നത്. ഓക്കെ. ഇത്രയാണ് ആ ഒരു സെക്ഷൻസിൽ വരുന്നത്. പൊതുജനങ്ങൾ സത്യം പറഞ്ഞാൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ 30 നമ്മൾ പഠിച്ചു പവർ ഓഫ് സുപ്പീരിയർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരം. പിന്നെ എന്താണ് മജിസ്ട്രേറ്റിനെയും പോലീസിനെയും 31 പ്രകാരം പൊതുജനങ്ങൾ സഹായിക്കണം അല്ലേ. പിന്നെ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് 32 പ്രകാരം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ സഹായിക്കണം മറ്റൊരു വ്യക്തി അല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കണം. അതായത് 31-ൻ്റെ തൊട്ടടുത്ത ഒരു അപ്ഡേറ്റഡ് വകുപ്പായിട്ട് 33-ൽ പറയുന്നതെന്ന് വെച്ചാൽ പ്രത്യേക കാര്യങ്ങളില്ല പറഞ്ഞിട്ടുള്ള BNS-ന് കീഴിലുള്ള പ്രത്യേക വകുപ്പുകളുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ സഹായിക്കണം, പോലീസിനെ വിവരം അറിയിക്കണം, അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ വിവരം അറിയിക്കണം. 34-ൽ എന്താണ് ആ ഒരു ഗ്രാമത്തിലെ എന്താണ് ഓഫീസറെ, ഗ്രാമത്തിലെ അതിൻ്റെ നിയമ അധികാരമുള്ള ഓഫീസറെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ശ്രദ്ധയിൽ ഗ്രാമത്തിൽ നടക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് 34-ലാണ്. ഇത്രയാണ് ഈ BNSS 30 തൊട്ട് 34 വരുന്ന സെക്ഷൻ.